സുഹൃത്തുക്കളെ നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഗൃഹത്തിലെ അടുക്കളയിൽ നിന്ന് ഉടനെ ഈ 5 വസ്തുക്കൾ നീക്കം ചെയ്തോളൂ. നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളിൽ നമ്മുടെ ഗൃഹത്തിൽ കടവും രോഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും എന്നുള്ളതാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലെ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ്. നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടിയൂരപ്പന്റെ മണ്ണിൽ ദർശനം ചെയ്തു, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്തു, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ദർശനം ചെയ്തു, അതുപോലെ തന്നെ പറശ്ശിനി മടപ്പുരയില് ദർശനം നടത്തി, നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരപ്പന്റെ തിരുസന്നിധിയിൽ ദർശനം നടത്തി, പിന്നെ നമ്മുടെ വടക്കാഞ്ചേരിയിലുള്ള ഉത്രാളിക്കാവിലും ദർശനം നടത്തി. ഈ പുണ്യക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് കൂടിയിട്ട് ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഞാൻ ഒന്ന് നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. കൊട്ടിയൂരൊക്കെ പോകാൻ കഴിയുന്ന ആളുകളുണ്ട് എങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ പങ്കെടുക്കുക. വർഷത്തിൽ 28 ദിവസം മാത്രമേ അക്കരെ കൊട്ടിയൂർ നമുക്ക് ദർശനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറയുന്നതിന് വേണ്ടിയിട്ടാണ് ദിനവും പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചടിയായിരിക്കും ഫലമായിട്ട് കിട്ടുക. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ നടക്കണം എന്നില്ല. ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അതീതമായിട്ടായിരിക്കും സംഭവിക്കുക, വിപരീതമായിട്ടായിരിക്കും സംഭവിക്കുക. ഒരു പക്ഷേ ഇതിന് കാരണം നമ്മുടെ അടുക്കളയിലായിരിക്കും. അല്ലെങ്കിൽ അടുക്കളയിൽ ചില വസ്തുക്കൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ വിധം നമ്മുടെ ഭാഗ്യത്തെ അത് വളരെ സാരമായിട്ട് ബാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലവിധ അനിഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും അത് വരുത്തിവെക്കാം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന 5 വസ്തുക്കൾ ഒരു കാരണവശാലും നമ്മുടെ അടുക്കളയിൽ അത് സൂക്ഷിക്കാതിരിക്കുക. അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ ഹൃദയ ഭാഗമാണ്. അവിടെയാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത്. അടുക്കളയിൽ നമ്മൾ പാലിക്കുന്ന വൃത്തിക്കും ശുദ്ധിക്കും അനുസരിച്ചാണ് ആ ഗൃഹത്തിൽ വസിക്കുന്ന സർവ്വ മനുഷ്യരുടെയും ആരോഗ്യം സ്ഥിതി ചെയ്യുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് അടുക്കളയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. മഹാലക്ഷ്മിയുടെ നിരന്തരമായ സാന്നിധ്യം, ഉറക്കറ, അതുപോലെ തന്നെ അന്നപൂർണേശ്വരി പാർവതി ദേവിയുടെ മറ്റൊരു രൂപമാണ്. മഹാലക്ഷ്മി ഭാവമാണ് അന്നപൂർണേശ്വരി എന്ന് പറയുന്നത്. സർവ്വസമ്പത്തും നമുക്ക് പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള, സർവ്വ ആരോഗ്യവും നമുക്ക് നൽകാൻ ശേഷിയുള്ള പരമേശ്വരിയുടെ ഭാവമാണ് അന്നപൂർണേശ്വരി ദേവി എന്ന് പറയുന്നത്, ആ ദേവി ഭാവം. ഇവരുടെയൊക്കെ നിരന്തരമായ സാന്നിധ്യം ഉണ്ടാകുന്ന നമ്മുടെ ഗൃഹത്തിന്റെ ഹൃദയ ഭാഗമാണ് അടുക്കള. ഇവരുടെ സാന്നിധ്യം ആ ഗൃഹത്തിൽ അടുക്കളയിൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ജീവിതം താറുമാറാകും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അടുക്കള എപ്പോഴും പരിശുദ്ധിയോടുകൂടി നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോ ചില വസ്തുക്കള്, പ്രധാനമായിട്ടൊരു 5 വസ്തുക്കള് നമ്മുടെ അടുക്കളയിൽ സൂക്ഷിച്ചാൽ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. അപ്പൊ ആ അടുക്കളയിൽ നിന്നും ഉടൻ മാറ്റേണ്ട 5 വസ്തുക്കള്, അതിൽ പരമപ്രധാനമായ ഒരു വസ്തു എന്ന് പറയുന്നത് ചൂലാണ്. ചൂലെന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ വൃത്തിക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവാണ്. ഐശ്വര്യത്തെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ പര്യാപ്തമാർന്ന ചൂലുകൾ എന്നാൽ നമ്മുടെ അടുക്കളയിൽ അത് സൂക്ഷിക്കുന്നത് അത്യധികം ദോഷപ്രദമാണ്. അഴുക്കിലും പൊടിയിലും ഒക്കെ തന്നെ നമ്മൾ തൂത്തു തുടച്ച് വൃത്തിയാക്കുന്ന ചൂലുകൾ നമ്മുടെ ആരോഗ്യത്തിനായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കളയിൽ സൂക്ഷിച്ചാൽ രോഗാണുക്കൾ നമ്മുടെ ഭക്ഷണവുമായിട്ട് സമ്പർക്കത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടല്ലേ. അപ്പൊ അതൊക്കെ കൊണ്ടുകൂടിയും ആകാം ഒരുപക്ഷെ പ്രാചീനരായിട്ടുള്ള പൂർവികരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലൊരു ആചാരത്തെ നിർമ്മിച്ചിട്ടുള്ളത്. എന്ത് തന്നെ ആയിരുന്നാലും ഒരു കാരണത്തെ കൊണ്ടും അടുക്കളയിൽ നിങ്ങൾ ചൂലുകൾ സൂക്ഷിക്കാനേ പാടില്ല. ഇത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഐശ്വര്യത്തെ അകറ്റുന്നതിന് കാരണമാകും. അതായത് ചൂലുകൾ ഇങ്ങനെ നമ്മുടെ അടുക്കളയിൽ സൂക്ഷിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അത് വരുത്തിവെക്കും. അതുകൊണ്ട് അടുക്കളയുടെ പുറത്ത് നമുക്ക് ചൂലുകൾ സൂക്ഷിക്കാം. അടുക്കളയ്ക്കുള്ളിൽ
ഒരു കാരണത്തെ കൊണ്ടും ചൂലുകൾ നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുക. മാത്രമല്ല, ചൂലുകൾ സൂക്ഷിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ വേണം നമ്മളത് സൂക്ഷിക്കുവാൻ. അത് മറച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സൂക്ഷിക്കുമ്പോഴാണ് അത് കൂടുതൽ ഐശ്വര്യപ്രദം എന്നതും നമ്മൾ മനസ്സിലാക്കുക. അതായത് ചൂലിനെ നമ്മൾ ഒരിക്കലും വലിച്ച് അതിനെ എറിയാതെ അതൊരു മഹനീയ സ്ഥാനം കൊടുത്ത് തന്നെ അതിനെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് പൊട്ടിയ പാത്രങ്ങളാണ്. ഇത് ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ അടുക്കളയിൽ പൊട്ടിയതോ തകർന്നതോ അതുപോലെ തന്നെ ചളുങ്ങിയതോ ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണത്തെ കൊണ്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാനായിട്ട് സാധിക്കില്ല. കാരണം ഈ പൊട്ടിയതും തകർന്നതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ നമ്മൾ നിരന്തരം സ്ത്രീകൾ പെരുമാറുന്ന അടുക്കളയിൽ അവരത് കണ്ടുകൊണ്ടാണ് പാചകം ചെയ്യുക. അത് നിങ്ങളെ ദാരിദ്ര്യത്തെയും അതുപോലെ തന്നെ ഇല്ലായ്മയെയും ഒക്കെയാണ് നിരന്തരം ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മനഃശാസ്ത്രമുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഒരിക്കലും ഈ പൊട്ടിയതും ചളുങ്ങിയതും കീറിയതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ ഒരു കാരണത്തെ കൊണ്ടും അത് സൂക്ഷിക്കരുത്. മാത്രമല്ല, പൊട്ടിയ പാത്രങ്ങളിൽ, തകർന്ന പാത്രങ്ങളിൽ ദാരിദ്ര്യത്തിന്റെ ദേവതയായിട്ടുള്ള മൂദേവി വസിക്കുന്നു എന്നുള്ളതാണ്. മൂദേവി ആരാ? മൂത്ത ദേവിയാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠ ദേവിയാണ് മൂദേവി എന്ന് പറയുന്നത്. ആരുടെ ജ്യേഷ്ഠത്തിയാണ്? മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തി. ഈ മൂദേവിയും മഹാലക്ഷ്മിയും അല്ലെങ്കിൽ ജ്യേഷ്ഠാഭഗവതിയും ശ്രീദേവിയും തമ്മിൽ ഒരു കരാറുണ്ട്. ജ്യേഷ്ഠത്തി വസിക്കുന്ന ഗൃഹങ്ങളിൽ അനുജത്തി കടക്കില്ല, അല്ലെങ്കിൽ വസിക്കില്ല എന്നൊരു ഒരു കോൺട്രാക്ട് ഇവർ തമ്മിലുണ്ട്. അപ്പൊ അതുകൊണ്ട് മൂദേവിയെ നമ്മുടെ ഗൃഹത്തിൽ കയറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പൊട്ടിയ പാത്രങ്ങൾ നിങ്ങൾ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പൊട്ടിത്തകർന്ന ഒരു പാത്രത്തിൽ വെള്ളം കോരി നമുക്ക് നിറയ്ക്കുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിങ്ങനെ ചോർന്നൊലിച്ചു പോകുമല്ലേ? അതുപോലെയാണ് പൊട്ടിയ പാത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ഒന്നാമതായിട്ട് അതുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. അതുപോട്ടെ, അതിൽ നമുക്ക് ഐശ്വര്യവും നിറയ്ക്കാൻ പറ്റില്ല, ഒന്നും നിറയ്ക്കാൻ പറ്റില്ല. ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാലും അതിങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൊട്ടിയതോ തകർന്നതോ ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ ഉടനെ അടുക്കളയിൽ നിന്ന് മാറ്റിക്കോളും. പിന്നെ ഒരുപാട് പാത്രങ്ങളോ അനാവശ്യമായിട്ടുള്ള പാത്രങ്ങളോ വസ്തുക്കളോ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി സൂക്ഷിക്കരുത്. നമുക്ക് ആവശ്യമുള്ള ദിനവും പെരുമാറുന്ന ഏറ്റവും കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും സൂക്ഷിക്കാൻ അനുയോജ്യം. അല്ലാണ്ട് കുറേ പാത്രങ്ങളും കുറേ വസ്തുക്കളും കണ്ണിൽ കാണുന്നതൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടിടുന്ന, അല്ലെങ്കിൽ അതിനെങ്ങനെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് അടുക്കളയൊന്നും മാറ്റാതിരിക്കുക, ഗൃഹത്തെ മാറ്റാതിരിക്കുക. സാമ്പത്തികമായിട്ട് ഉയരാനും സമാധാനം ഉണ്ടാകാനും ഈ പൊട്ടിയ പാത്രങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം മതിയാകും. ഇനി മൂന്നാമതായിട്ട് എന്താണെന്നറിയോ? പഴകിയ മാവ് അല്ലെങ്കിൽ മോശപ്പെട്ട മാവ് നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അതിനെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, അതിനെ എടുത്ത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന മാവ് ദീർഘകാലം ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ അതിനെ സൂക്ഷിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന മാവ് നമ്മുടെ അടുക്കളയിൽ ഇരുന്ന് അതിന് കേടുവരുവാൻ പാടില്ല. അങ്ങനെ കേട് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഗൃഹത്തിൽ ഒരു നെഗറ്റീവ് എനർജി വസിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പാല് നിരന്തരം ഇങ്ങനെ പിരിഞ്ഞു പോകുന്നതും നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അപ്പോൾ മാവ് ഈ വിധം നമ്മുടെ ഗൃഹത്തിൽ ഇരുന്ന് അത് കെട്ടുപോകാൻ പാടില്ല, അത് ചീഞ്ഞു പോകാൻ പാടില്ല. ഇക്കാര്യം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു മുമ്പ് അതിനെ ഉപയോഗിച്ച് തീർക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ വിനിയോഗപ്പെടുത്തുക, സംരക്ഷിക്കുക, സൂക്ഷിക്കുക. അല്ലാത്ത പക്ഷം നമ്മുടെ ഗൃഹത്തിലെ പോസിറ്റീവ് എനർജി നശിക്കുന്നതിനും സാമ്പത്തിക കെട്ടുപാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും അത് ഇടവരുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇത്തരം മാവ് നമ്മൾ സൂക്ഷിക്കുക. അക്കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായിട്ട്, അടുക്കളയിൽ ഒരു കാരണത്തെ കൊണ്ട് നിങ്ങൾ കണ്ണാടി സ്ഥാപിക്കാതിരിക്കുക. അതായത് മുഖം നോക്കുന്ന ദർപ്പണം അത് സ്ഥാപിക്കാതിരിക്കുക. അതിനുള്ള സ്ഥാനം അടുക്കളയല്ല. വാസ്തുശാസ്ത്രം അനുസരിച്ച് കണ്ണാടി അടുക്കളയിൽ അത് സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ തൂക്കുന്നതും ശുഭപ്രദമല്ല. അടുക്കളയിൽ കൂടുതലും നെഗറ്റീവ് ഊർജം വർദ്ധിക്കാൻ ഇടയുള്ള ഒരു സ്ഥാനമാണ്. നമ്മൾ അഗ്നി ജ്വലിപ്പിക്കുക, അഗ്നിയുടെ താപം, ചൂട്, അതുപോലെ തന്നെ പുക, നോൺ വെജ് ഒക്കെ വെക്കുന്ന ഗൃഹങ്ങളിലാണ് എങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി. ഇപ്പൊ നമ്മൾ പോയി ജീവിനെ കൊന്നതിന്റെ മാംസം നമ്മുടെ അടുക്കളയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിനുമുണ്ട് ഒരു ജീവനല്ലേ. അതൊക്കെ നമുക്ക് പലപ്പോഴും പല വിധത്തിലുള്ള നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മുടെ അടുക്കളയിൽ മാറാനുള്ള ആ ഒരു സ്വാധീനമുണ്ട്.
അതിനെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ അടുക്കളയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കാൻ ഇത്തരം കണ്ണാടികൾ തൂക്കിയാൽ അത് കാരണമാകും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുക പൂജാമുറിയിൽ ഉറപ്പായിട്ടും ഒരു കണ്ണാടി നമ്മൾ വെക്കണം എന്നുള്ളത്. കാരണം പൂജാമുറിയിൽ എന്താ പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക. ആ പോസിറ്റീവ് എനർജി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ണാടി നമുക്ക് സൂക്ഷിക്കണം. അതുപോലെ ഒരു കാരണവശാലും അടുക്കളയിൽ നമ്മൾ കണ്ണാടി സൂക്ഷിക്കാനേ പാടില്ല. ഇത് വീട്ടിൽ അനാവശ്യ തർക്കങ്ങള്, സാമ്പത്തിക പ്രയാസങ്ങള്, പലവിധ നഷ്ടങ്ങള് ഇതിനൊക്കെ ഇടവരുത്തും. അഞ്ചാമതായിട്ട് മരുന്നുകള്, കീടനാശിനികള്, അതുപോലെയൊക്കെയുള്ള വസ്തുക്കള് ഒരു കാരണവശാലും അടുക്കളയിൽ സൂക്ഷിക്കരുത്. ഇത് ഐശ്വര്യം ക്ഷയിക്കുന്നതിനും ആരോഗ്യം ക്ഷയിക്കുന്നതിനും കാരണമാകും. മരുന്നുകൾ പോലെയുള്ള, കീടനാശിനികൾ പോലെയുള്ള ഒരു വസ്തുവും അടുക്കളയിൽ നിങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. അടുക്കള എന്ന് പറയുന്നത് ആരോഗ്യവും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇടമാണ്. ഇവിടെ ആരോഗ്യവർദ്ധനവിന് വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അതൊരിക്കലും സൂക്ഷിക്കരുത്. കെമിക്കലുകൾ, അതായത് ഈ കീടനാശിനി പോലെയുള്ള വസ്തുക്കള്, ക്ഷുദ്രജീവികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷവസ്തുക്കള്, അത്തരത്തിലുള്ള കെമിക്കലുകള്, ഇതൊന്നും അടുക്കളയിൽ സൂക്ഷിക്കരുത്. അതുപോലെ നമ്മുടെ ഈ ലോഷനുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു വസ്തുക്കളും അടുക്കളയല്ല അത് സൂക്ഷിക്കാനുള്ള ഇടം എന്ന് പറയുന്നത്. ഇതെല്ലാം അടുക്കളയിൽ നിന്ന് മാറ്റിയിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ മാറ്റി സൂക്ഷിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി വർദ്ധിക്കുക, രോഗദുരിതങ്ങൾ വർദ്ധിക്കുക, സന്തോഷം ക്ഷയിക്കുക, ഇത്തരം കാര്യങ്ങൾ ഗൃഹത്തിലുണ്ടാകാം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ അന്നപൂർണേശ്വരിയുടെയും മഹാലക്ഷ്മിയുടെയും നിരന്തരമായ സാന്നിധ്യം നിങ്ങളുടെ ഗൃഹത്തിലും അടുക്കളയിലും ഉണ്ടാകും. ഇത് ആ ഗൃഹത്തിൽ വസിക്കുന്ന സ്ത്രീക്ക് സർവ്വവിധമായ ലക്ഷ്മി കടാക്ഷവും അനുഗ്രഹവും നേടിക്കൊടുക്കും. നിങ്ങളുടെ ഗൃഹത്തിലെ ഓരോ കോണിലും പോസിറ്റീവ് എനർജി നിറയാൻ ഇത് കാരണമാകും. ഗൃഹാംഗങ്ങളുടെ ഐശ്വര്യവും ഓജസ്സും ആരോഗ്യവും വർദ്ധിക്കുന്നതിനും കാരണമാകും. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ, വലിയ സന്തോഷത്തെ, വലിയ ഐശ്വര്യത്തെ നേടിയെടുക്കുവാൻ സാധിക്കും. പ്രാചീന ശാസ്ത്രങ്ങളൊക്കെ തന്നെ മനുഷ്യന്റെ നന്മയാണ് ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സാമ്പത്തിക പുരോഗതിയും ലക്ഷ്മി കടാക്ഷവും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. കടവും ബാധ്യതയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. ഈ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കോളൂ, നിങ്ങളുടെ ജീവിതം ഐശ്വര്യ സമ്പൂർണമായി തീരും. വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം. അതുപോലെ നിങ്ങളുടെ ഏറ്റവും അടുത്ത നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ അറിവുകൾ അവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷേ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി.